Hi friends, Sabine Malayalatinte ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ പറഞ്ഞാൽ സാധാരണ എല്ലാ ആഴ്ചകളും ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചകളിലെ കംപ്ലീറ്റ് ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജനുവരി മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഏകദേശം 25ഓളം സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഏതൊക്കെ നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. സീൻ നമ്പർ 62 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ബ്ലാക്ക് വാറന്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളിലായിട്ട് ഈ സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ത്രില്ലർ മൂവി, ഒരു ഹിന്ദി ത്രില്ലർ മൂവിയാണ്. ദ സബർമതി റിപ്പോർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാളം ത്രില്ലർ മൂവിയായിരുന്നു സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഇതിനു മുമ്പേ തന്നെ ഈ ഒരു സിനിമ മനോരമ മാക്സിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ സൺനെക്സ്റ്റിലും റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ആഗ്ര എഫെയർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, MX പ്ലെയർ എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പ്രേമിച്ചോടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രേമിച്ചോടു ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഒരു പോളിഷ് സീരീസ് ആണ്. ഹൗൺസ് ഹിൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗോൾഡ് ഫിഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നീലി മേഘ ശ്യാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കിച്ച സുധി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയായിരുന്നു മാക്സ് എന്ന സിനിമ. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ഇപ്പോൾ മുതൽ എന്തൂസാൻ OTT പ്ലാറ്റ്ഫോം വഴി ലോ ക്വാളിറ്റി പ്രിന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ലീക്കാക്കപ്പെട്ടതാണ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് സൂക്ഷ്മ ദർശിനി എന്ന് പറഞ്ഞ സിനിമ. ബേസിൽ ജോസഫ്, നസ്രിയ നസീം എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ Disney+ Hotstar വഴി മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷയിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ പിറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ്. ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. അഷ്ടകർമ്മ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Simply South OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. അമേരിക്കൻ പ്രൈം വാൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഓൺ കോൾ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ബച്ചല മല്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, സൺനെക്സ്റ്റ്, ETV വിൻ എന്നീ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ETV വിനിൽ തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റ് ഭാഷകളിലൊക്കെ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. ദ ബീസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 97 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫ്രഞ്ച് മൂവിയാണ്. ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആഡ് വിറ്റാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. AD വിറ്റാം. ഈ ഒരു സിനിമ ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ് അധോ മുഖം എന്ന് പറയുന്ന സിനിമ. ആഹാ തമിഴ് കൂടാതെ ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇതിന് മുമ്പേ റിലീസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ 3 OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്.
അടുത്ത സിനിമ എന്നുള്ള റൊമാൻറ്റിക് കോമഡി പാത്രപ്പെട്ട ഒരു തമിഴ് മൂവിയാണ് മിസ് യു എന്ന് പറഞ്ഞ സിനിമ. സിദ്ധാർത്ഥ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ പാത്രപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ സൈലന്റ് ഹവർ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ജനുവരി മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, അതായത് ഇന്നലെ വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളും സീരീസുകളും കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.